വേനൽക്കാലത്തെ വൈദ്യുതി നിയന്ത്രണം ഒഴിവാക്കാൻ വീണ്ടും വൈദ്യുതി വാങ്ങാൻ KEB. കരാർ പുനഃസ്ഥാപിച്ചെങ്കിലും കമ്പനികൾ വൈദ്യുതി നൽകാത്തതോടെയാണ് പുതിയ ടെൻഡർ ക്ഷണിച്ചത്. യൂണിറ്റിന് ഉയർന്ന നിരക്കിൽ വൈദ്യുതി വാങ്ങാൻ ബോർഡ് റെഗുലേറ്ററി കമ്മീഷന്റെ അനുമതി തേടി. ഇതിന്റെ അധിക ബാധ്യതയും ജനങ്ങൾ ഏറ്റെടുക്കേണ്ടി വരും. കുറഞ്ഞ നിരക്കിലുള്ള 4 ദീർഘകാല കരാറുകൾ വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ റദ്ദാക്കിയത് ഒറ്റ ഉത്തരവിലൂടെയാണ്. എന്നാൽ ഈ ഒരൊറ്റ ഉത്തരവിലൂടെ പൊതുജനങ്ങൾക്കുണ്ടായ അധിക ബാധ്യത വലുതായിരുന്നു. വൈദ്യുതി നിരക്ക് വർധനയ്ക്ക് പുറമെ സർചാർജായും ജനങ്ങൾക്ക് തുക നൽകേണ്ടി വരുന്നു. ഇതിനു പുറമെയാണ് വേനൽക്കാലത്തെ നിയന്ത്രണം ഒഴിവാക്കാനുള്ള അധിക ബാധ്യത കൂടി ജനങ്ങളുടെ ചുമലിലേക്ക് എത്തുന്നത്. 465 മെഗാവാട്ടിന്റെ ദീർഘകാല കരാർ പുനഃസ്ഥാപിച്ചെങ്കിലും വൈദ്യുതി നൽകാൻ കമ്പനികൾ തയ്യാറായിട്ടില്ല. ഓരോ ദിവസവും പവർ എക്സ്ചേഞ്ചിൽ നിന്നും ഉയർന്ന വിലയ്ക്ക് വൈദ്യുതി വാങ്ങിയാണ് ആവശ്യകത നിറവേറ്റുന്നത്. വേനൽക്കാലത്തെ വൈദ്യുതി ക്ഷാമം നേരിടാൻ നിലവിലുള്ള കരാറുകൾ കൊണ്ട് സാധ്യമല്ല. സംസ്ഥാനത്തെ സംഭരണികളിൽ ജലനിരപ്പ് കുറയുകയുമാണ്. അതിനാൽ ജലവൈദ്യുതി ഉൽപ്പാദനവും വർദ്ധിപ്പിക്കാനാകില്ല. ഈ സാഹചര്യത്തിലാണ് 500 മെഗാവാട്ടിന്റെ ടെൻഡറുകൾ ക്ഷണിച്ചത്. അദാനി എന്റർപ്രൈസസ്, ടാറ്റ പവർ ട്രേഡിംഗ് കമ്പനി എന്നിവയിൽ നിന്ന് യൂണിറ്റിന് 8 രൂപ 69 പൈസയ്ക്ക് വൈദ്യുതി വാങ്ങാനാണ് റെഗുലേറ്ററി കമ്മീഷനെ ബോർഡ് സമീപിച്ചത്. 375 മെഗാവാട്ട് നൽകാനാണ് കമ്പനികൾ താൽപ്പര്യം പ്രകടിപ്പിച്ചിട്ടുള്ളത്. അതത് ദിവസത്തെ ആവശ്യകത കണക്കിലെടുത്ത് പവർ എക്സ്ചേഞ്ചിൽ നിന്നും വാങ്ങിയാൽ യൂണിറ്റിന് 10 രൂപയ്ക്ക് മുകളിൽ നൽകേണ്ടി വരും. ഇപ്പോഴത്തെ കണക്കനുസരിച്ച് ഏപ്രിൽ മാസത്തിൽ വൈകുന്നേരം 6 മുതൽ രാത്രി 10 വരെ 1205 മെഗാവാട്ടിൻ്റെ കുറവുണ്ടാകും. മേയിൽ 1250 മെഗാവാട്ടിൻ്റെ കുറവാണ് പീക്ക് സമയത്തുണ്ടാകുക. പുതിയ കമ്പനികളുമായി കരാറുണ്ടാക്കിയാലും വലിയ ബാധ്യത ബോർഡിനുണ്ടാകും. ഇതും സർചാർജായി ഉപഭോക്താക്കൾ നൽകേണ്ടി വരും. സാങ്കേതികത്വത്തിൻ്റെ പേരിൽ റദ്ദാക്കിയ കരാറുകൾ പ്രകാരം കമ്പനികൾ വൈദ്യുതി നൽകുമെന്ന് ഇനിയും വ്യക്തമല്ല. പക്ഷേ വൈദ്യുതി നിരക്കായി ജനങ്ങൾ നൽകുന്ന തുക ഉയരുമെന്ന ഉറപ്പാണ്. വേനൽക്കാലത്തെ വൈദ്യുതി ഉപയോഗം സൂക്ഷിച്ചില്ലെങ്കിൽ കീശ ചോർത്തും. VA ഗിരീഷ്, 24, തിരുവനന്തപുരം. പൊതുജനം കഴുതയല്ല സാർ. വേനൽക്കാലത്തെ വൈദ്യുതി ക്ഷാമം മുന്നിൽ കണ്ടാണ് KEBയുടെ തിരക്കിട്ട നീക്കങ്ങൾ ഉണ്ടാകുന്നത്. ലക്ഷ്യം കണ്ടില്ലെങ്കിൽ വലിയ പ്രതിസന്ധിയാണ് നമ്മളെ കാത്തിരിക്കുന്നത്. വേനൽക്കാലം കടുപ്പമാകുമോ എന്നാണ് ജനങ്ങൾ ചോദിക്കുന്നത്. കേൾക്കാം പ്രതികരണം. അത്യാവശ്യമുള്ള കാര്യങ്ങളല്ലേ, അതിനുള്ള കാശ് മാത്രമല്ലേ മുടക്കുന്നുള്ളൂ. അതൊരു പ്രശ്നമല്ല, നമ്മുടെ ആവശ്യത്തിനായിട്ട് തന്നെയല്ലേ. നമ്മൾ ആവശ്യത്തിന് വേണ്ടിയിട്ട് ചെയ്യണല്ലേ, നല്ല കാര്യമല്ലേ. വളരെ ബുദ്ധിമുട്ടാവും, അങ്ങ് ഏറ്റവും ബുദ്ധിമുട്ടാവും. കണ്ടു ചാർജ് കൂടാൻ സാധ്യത വരും. അപ്പം പിന്നെ അത് നമ്മളെ കൊണ്ടൊന്നും താങ്ങാത്ത ഗതിയാണ്. ഇന്നത്തെ സാഹചര്യത്തിൽ തമിഴ്നാട്ടിലേക്ക് 10-12 മണിക്കൂർ പവർ കട്ടൊക്കെയാണ്. പക്ഷേ ഈ സർക്കാർ ശകലം പൈസ ആയാലും അത് ചെയ്യണത് നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി ചെറിയൊരു ഇടവേളയിലേക്ക് പോകാനുള്ള സമയമായിരിക്കുകയാണ്. അതിനു മുമ്പ് കമൻറ്റ് ബോക്സിലേക്ക് ഒന്ന് പോയാൽ ഒരുപാട് പ്രേക്ഷകരുടെ പ്രതികരണങ്ങൾ വിവിധ വാർത്തകളുമായി ബന്ധപ്പെട്ടുണ്ടാകുന്നുണ്ട്. അതിൽ തന്നെ ഏറ്റവും കൂടുതലായി യൂത്ത് കോൺഗ്രസിൻ്റെ പ്രതിഷേധവും അതിനോടുള്ള പോലീസ് നടപടിയും, യൂത്ത് കോൺഗ്രസിനെ പിന്തുണച്ചും പോലീസ് നടപടിയെ ന്യായീകരിച്ചും ഒക്കെയുള്ള പ്രതികരണങ്ങൾ കാണാൻ കഴിയുന്നുണ്ട്. ഇത് സമരമല്ല, പോലീസിനെ കല്ലെറിഞ്ഞാൽ അവർ നോക്കി നിൽക്കണമെന്നാണോ എന്ന് രാമചന്ദ്രൻ ചൂരുവിലെ പോലുള്ള പ്രേക്ഷകർ ചോദിക്കുന്നു. അതേസമയം സുകുമാരൻ KK പോലുള്ള പ്രേക്ഷകർ മൃഗീയമായ മർദ്ദനമാണ് കേരളം മുഴുവൻ യൂത്ത് കോൺഗ്രസിന് നേരെ ഉണ്ടാവുന്നത്, ശക്തമായ പ്രതിഷേധം ഉയർന്നു വരേണ്ടതുണ്ട് എന്ന അഭിപ്രായം രേഖപ്പെടുത്തുന്നവരാണ്. സ്റ്റീഫനെ പോലുള്ള പ്രേക്ഷകർ മൃഗീയമായ ആക്രമണത്തിൽ പ്രതിഷേധം അറിയിക്കണമെന്നുള്ള അങ്ങനെ ഈ വാർത്തയുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് പ്രതികരണങ്ങൾ കാണാൻ കഴിയുന്നുണ്ട്. എന്തായാലും അതൊക്കെ സമയത്തിനനുസരിച്ച് പ്രേക്ഷകർക്ക് മുമ്പിലേക്ക് വായിക്കുകയും ചെയ്യാം. എന്തായാലും ചെറിയൊരു ഇടവേളയിലേക്ക് പോവുകയാണ്. പ്രേക്ഷകർ കാത്തിരിക്കുക. ഇടവേളയ്ക്ക് ശേഷം തിരികെ എത്തും.